വെജ് മീല് നല്ല പൊടി മസാല ദോശയും വടയിലിട്ട് തുടങ്ങാം അല്ലേ ദിവസം ലെറോഫേ ഊരുത്തിണ്ട് നടന്ന് തിന്നാ. അതിൻ്റെ വണ്ടിയല്ലേ? എടാ അതിൻ്റെ വണ്ടിയല്ലേ? നമ്മൾ മുതുക്കന്മാരെന്താ ഇവിടെ? ഇന്റീരിയർ ഒന്നും മുട്ടണ്ട കേട്ടോ, അതി സ്റ്റാൻഡേർഡ് ആണ്. ഭംഗി കാണും. ഇപ്പം നമ്മളിന്ന് ദുബായിൽ ഉരുതണ്ടാൻ ഇറങ്ങിയേക്കാട്. കൂടെയുള്ളത് മിസ്റ്റർ റൗഫി. റൗഫിന് നാറ്റം നോറ്റൊരു ലീവ് കിട്ടിയേക്കാണ്. കുറേ നാളെ ഇങ്ങനെ എങ്ങടെയൊക്കെ ഇറങ്ങിയിട്ട് പണ്ട് പോവാണ്. ബസ്സും മെട്രോ ഒക്കെ കയറിയിട്ടൊരു യാത്ര. ഊരുതണ്ടൽ അത് പറയും BMW ബസ് മെട്രോ വാക്കിംഗ്. നമ്മളിതാ ബസ് ഇറങ്ങിയിട്ട് സിറ്റി വാക്കിൽ കണ്ട വന്നേക്കണം. ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, നടക്കാം, കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം അല്ലേ. ഇതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡായിട്ട് തന്നെയാണ് ദുബായ് മാളും ബുർജ് ഖലീഫൊക്കെ വരുന്നത്. അങ്ങനത്തെ ആ ഒരു ദാഹമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു നന്നായി സർവത്തും അടിച്ചിട്ട് ബിസിനസ് ബേ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മളിനി പോവുകയാണ് കേട്ടോ. ഇനി നേരെ നമ്മൾ പോണത് ട്രാമൊക്കെ കയറി ദുബായ് മറീന സൈഡിലേക്കാണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളം ആവാറാണ്. പക്ഷേ ഞാനിതുവരെ ട്രാം കയറിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രാമിൽ കയറാൻ പോകുന്നത്. ഇവിടെ ശോഭ റിയാലിറ്റിയിൽ ഇറങ്ങി നമ്മൾ മെട്രോൻ്റെ ബ്രിഡ്ജ് എടുത്ത് നേരെ ഈ സൈഡിലേക്ക് വന്ന് മെട്രോ സ്റ്റേഷൻ്റെ പാരലായിട്ട് തന്നെയാണ് ട്രാം സ്റ്റേഷനും വരുന്നത്. നേരെ കാണുന്നതാണ് ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷൻ. അതിൻ്റെ നേരെ പാരലായിട്ട് ഇവിടെ ട്രാം സ്റ്റേഷൻ നമ്മളിത് കയറി. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് ദുബായ് മറീന മാളിലേക്കാണ് ആദ്യം പോകുന്നത്. ചെക്കിൻ ചെയ്ത് ട്രാം വന്ന് നമ്മളിത് കയറുകയാണ്. കാണുന്നതാണ് ഷെയ്ഖ് സായിദ് റോഡ്. അതിനോട് പാരലായിട്ട് നമ്മളിങ്ങനെ ട്രാമിൽ പോയി പിന്നെ അവൻ ഡീവിയേറ്റ് ചെയ്തിട്ട് മറീന സൈഡിലേക്ക് കയറിട്ടാം. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് മറീന മാളിലേക്കാണ്. ജസ്റ്റ് ഒന്ന് ഫ്രഷായി നിസ്കരിച്ചിട്ട് ഇനി നമ്മൾ ബാക്കി പരിപാടി നോക്കണം. അപ്പോൾ അതേ മറീന സൈഡിലേക്ക് കയറി ആ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല വ്യൂ ഒക്കെ കണ്ട് റോഡിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ നല്ലൊരു യാത്ര. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ചൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ റോട്ടിൽ കൂടെ പോകുന്നത് തന്നെ ഉള്ളൂ, മെട്രോ പോലൊക്കെ തന്നെ. ആ കാണുന്ന ഒരു ടിപ്പുള്ള ബിൽഡിങ് കണ്ടില്ലേ, അതാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്. അങ്ങനത്തെ നമ്മൾ ദുബായ് മറീന മാളിലെത്തി. ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങും. അങ്ങനത്തെ നമ്മൾ ദുബായ് മറീന ബീച്ചിൻ്റെ അവിടെ വന്ന് ഇറങ്ങിയിട്ടാണ്. ബീച്ചിനോട് ചേർന്നിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 1-2 പ്ലാൻസ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതൊരു പക്ക ഗോവ മൂടാണ് കേട്ടോ. ഗോവ പോയിട്ടൊന്ന് വൃത്തിയാക്കി അങ്ങനെ ഉണ്ടാവും. അതാണ് മറീന ബീച്ച്. അങ്ങനെ ബസ്സും ട്രാമൊക്കെ കയറി നമ്മൾ ദുബായ് മറീനയിൽ എത്തിയിട്ടാണ്. മറീന ബീച്ചിനോട് ചേർന്നിട്ട് ഒതൻറ്റിക് അമേരിക്കൻ ബർഗറും ഷേക്കും കഴിക്കാൻ വന്നിട്ടുള്ളത്. റോഫിനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കൂടിയും ട്രൈ ചെയ്യണമെന്നൊരാഗ്രഹം. അതായത് നമുക്ക് നല്ലൊരു ബെഞ്ച് മാർക്കില്ല. നമ്മൾ ഈ ഫ്രോസൺ പാറ്റി വെച്ചിട്ട് 2 ബണ്ണിൻ്റെ ഉള്ളിൽ കുറച്ച് ചീസ് ഒഴിച്ച് കഴിക്കുന്നതാണ് നമ്മളെ ബർഗർ. പക്ഷെ ഒതൻറ്റിക് സാധനം കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമേരിക്കൻസിൻ്റെ യൂറോപ്യൻസിനൊക്കെ ബർഗർ കഴിക്കണം. ഈ പൊട്ടിച്ച് കഴിക്ക്, എന്നിട്ട് എങ്ങനെയുണ്ട് പറയാം. ഇത് തോന്നുന്നു
അതിൻ്റെ ഭംഗി തന്നെ നോക്കിയ ലെറ്റ്യൂസും നമ്മൾ ടി വിയിൽ പരസ്യത്തിലൊക്കെ കാണില്ലേ അതേപോലെയാണ്. നമ്മൾ ടി വിയിൽ പരസ്യത്തിൽ കാണും, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സാധനം വേറെ ആവും. പക്ഷെ ഇത് നല്ല കാണാനും ഭംഗിയുണ്ട്, പാറ്റിയൊക്കെ ഇടില്ല. അടുത്തൊരു മെയിൻ ഐറ്റം ഉണ്ട്, അതിൻ്റെ വാനില ഷേക്ക്. ഇതൊക്കെ ബെഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബർഗർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതൊക്കെയാണ് ശരിക്കുള്ള ബർഗർ പറയുന്ന സാധനം. അടിപൊളി ലൊക്കേഷൻ ഉണ്ടാവും. നേരെ ബീച്ച് വിഷോട് ചേർന്നിട്ട് ഫുള്ള് റെസ്റ്റോറൻറ്റ്സും കഫേയും കൂടെ നിന്ന് പോയി തുടങ്ങിയിട്ടുള്ളൂ. ഇനി അടുത്ത സാധനം അടിക്ക്. തിക്നെസ് ഉണ്ടല്ലോ, ഷെയ്ക്കിൻ്റെ ഒരു ഫീൽ കിട്ടണ ഇത് കുടിക്കണം. വലിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇടങ്ങേറാം തിക്നെസ് കൊണ്ട്. ശരിയല്ലേ, മറ്റേ ഐസ്ക്രീം അടിച്ച പോലല്ലേ മെക്ഡോണൽസിൽ മറ്റേ 2 റംസിന് കിട്ടുന്ന ഐസ്ക്രീം ഇല്ലേ, ആ സാധനം കറക്റ്റ് ഷെയ്ക്ക് അടിച്ച് അങ്ങനെ ഉണ്ടാവും. അതാണ് ആ വെനീലയുടെ. ഫസ്റ്റത്തെ സ്പോട്ട് കഴിഞ്ഞ് വ്യൂ ഒക്കെ ഇവിടുന്ന് സ്ട്രെയിറ്റ് ബീച്ചാണ് കേട്ടോ. ഷേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിനി അടുത്ത സ്പോട്ട് ഏതാ അറിയോ, നമ്മുടെ നാട്ടിൽ നിന്ന് അന്ന് ഡൈനാമൈറ്റ് ശ്രിമ്പ് കഴിക്കാൻ പോയപ്പോൾ റൗഫ് ജി മാത്രം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ വിഷമം മാറ്റാൻ നമ്മളിന്ന് എന്ത് ചെയ്യണം, നല്ല ഒതൻറ്റിക് നല്ല ഒതൻറ്റിക് ചൈനീസ് തന്നെ ഇവിടെ ഏറ്റവും ലീഡായ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്, PF ഷാങ്ക്സ്. അവിടെ പോയിട്ട് നമ്മളിന്ന് ഡൈനാമൈറ്റ് ശ്രിംസ് അടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് മത്തടിച്ചില്ല നമ്മൾ എന്ത് ചെയ്യും, ഒരു ചീസ് കേക്ക് കൊണ്ട് അടിക്കൂട്ടെന്ന്. അപ്പം ഇന്നിങ്ങനെ ഊരുത്തിണ്ട് നടന്ന് തിന്നുക, അതാണ് ഇന്നത്തെ പരിപാടി. ഇവിടുത്തെ വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത കേട്ടോ. ദുബായ് മറീനയുടെ വ്യൂ ഇവിടെ അല്ലേ, ആ ബീച്ച് കംപ്ലീറ്റ് സംഭവം. ഓപ്പോസിറ്റ് നോക്കിയേ PF ഷാങ്ക്സ്. മാത്രമല്ല ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാ, അടുപ്പിച്ച് ലക്ഷറിയസ് ഏരിയ ആണ്. പിന്നെ ഡൈനാമൈറ്റ് ശ്രിംസ്. നമ്മളവിടെ പുറത്ത് നിന്നിരുന്നപ്പോൾ അവർ പറയണ്ട മേലെ നിന്നിരുന്ന് നല്ല വ്യൂ ആണെന്നൊക്കെ. പോയോക്കാം. അങ്ങനെ നമ്മുടെ ഐറ്റം വന്നിട്ടുണ്ട്. ചെക്കനൊന്നും ഇല്ലാത്തതിൻ്റെ വിഷമം നമ്മളിന്ന് മാറ്റാൻ പോവാണ്. കഴിക്കേണ്ട സ്ഥലത്ത് വന്നിട്ട് കഴിക്കണം അല്ലേ. പുലീനെ അതിൻ്റെ മടയിൽ പോയി കൊല്ലുന്ന എടുക്കും നിൻ്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കണ്ട്. ഒറ്റ നല്ല ചൂടുണ്ടാവും, പക്ഷെ ഒന്ന് ഊതിക്കോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്കോ. ഡൈനാമൈറ്റ് പൊട്ടിയില്ലേ. ഉള്ളിൽ ചെമ്മയുള്ളതിങ്ങനെ അറിയില്ല. ആ സോസും ആ ഒരു ക്രിസ്പിനെസ് കൊണ്ടും ഇങ്ങനെ മിണ്ണ് തന്നെ പോയിക്കോളൂ. ആക്കി സോസിൽ മുക്കി അടിച്ചോ കേട്ടാ.
മുതലായിട്ടല്ലേ? ഇത് ഷാക്ക് ബർഗറും ആ ഒരു ഷേക്കും കുടിച്ചപ്പോൾ തന്നെ വയറ് സെറ്റായിട്ടാണ് ആദ്യം പറഞ്ഞാൽ. നമുക്ക് ട്രൈ ചെയ്യാണ്ട് ഒരു ഐറ്റം ആയതുകൊണ്ട് മാത്രം ഡൈനമൈറ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ലാസ്റ്റ് പീസ് തീർത്തോ? ഇത് തീർത്തോ? ആടാ ഈ എടുത്തോ? കഴിച്ചോ? അല്ലേ ഒരെണ്ണം കൂടി മറ്റേ കഴിച്ച് വന്നിട്ടും ഇതൊന്നും തിന്നിട്ടും ഇനി കഴിക്കാൻ വന്നിട്ട് ഇനി നമ്മളടുത്ത ഐറ്റായിട്ട് ഇനി കാണാം. നമ്മൾ ദുബായിൽ നിന്ന് മാറിയതോ ഒരു യൂറോപ്യൻ രാജ്യത്ത് വന്നിപ്പെട്ടിരിക്കുകയാണ്. ശങ്ക വിസ ഇല്ലാതെ ഞങ്ങൾ യൂറോപ്പിലേക്ക് എത്തി. ഇതും കൂട് ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ എങ്ങനെ നടന്ന് തിന്നുക, കാഴ്ചകൾ കാണുക. അതൊക്കെ കാഴ്ചകൾ കാണാൻ അങ്ങോട്ട് തന്നെ വരണല്ലേ? അതെ, ദുബായിലൊന്നുമില്ല കണ്ടു കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരണം. ഇങ്ങനെ കാണാനുള്ളത് ലിവർപൂൾ FC യുണൈറ്റഡിൻ്റെ ഒരെണ്ണം തുടങ്ങിയാലോ? അവിടെ യുണൈറ്റഡിൻ്റെ വേണം. വണ്ടി എനിക്ക് ഇവിടെ കൊടുത്തിട്ട് സംഭവം ഞാൻ അവനക്ക് കഴുകാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അനക്ക് ഞാൻ കഴുകാന്ന ഈ എന്നോട് ചോദിക്കണ്ട അവിടെ കൊടുന്ന് വരുമ്പോ ഇതല്ലേ ഈ കഴുകാന്ന്? അതിൻ്റെ വണ്ടിയല്ലേ? എടാ അതിന്റെ വണ്ടിയല്ലേ? അതാണ് എൻ്റെ വണ്ടി. അത് ഞാൻ എന്നോട് അവിടെ അല്ലേ പറഞ്ഞു. ഈ എന്തിനാ ഇവിടെ ഇട്ട് വണ്ടി അഞ്ചിടും ഞാൻ പറഞ്ഞാണ് ഇതിനോട്. ഇത് ഇവിടെ അല്ല, അവിടെ അല്ല ഇടേണ്ടത്. ഇത് നമ്മളെ പാർക്കിംഗ് അല്ലത്. നീ പറഞ്ഞു അതുപോലെ ഇതെന്നോട് ഞാൻ പറഞ്ഞല്ലേ അവിടുന്ന് എടുത്ത് മാറ്റാന്. ശരിക്ക് തുടക്കത് കണ്ടില്ലേ? അനക്ക് തന്നാ ഈ മര്യാദക്ക് പണിയെടുക്കൂല. അതാണ് ഞാൻ മറ്റോനെ ഏൽപ്പിച്ചത്. ഞാൻ അടുത്ത വണ്ടി നോക്കട്ടെ. ഫോട്ടോ സ്പേസും എല്ലാ സ്പേസുള്ള സ്ഥലമുണ്ട്. ഇനി 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 എനിക്ക് തരില്ല കേട്ടാ വണ്ടി ഇടാൻ. നിന്റെ വണ്ടി എന്നിട്ട് മുക്കി ആര് മുക്കി? ഇതൊക്കെ പേനേഷ്യൻ മുക്കിയ പേനേഷ്യൻ ടപ്പാസ് മുക്കി. ഇപ്പോൾ ഈ പോണ ഈ ഒരു ഏരിയ കാണുമ്പോണ്ടല്ലോ, നമ്മൾ മറ്റേ മിസ്റ്റർ ബീൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ട്. ആ ഒരു കുട്ടീനൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ റൈഡിൽ കയറുന്നു. ആ കുട്ടീനൊക്കെ മിസ്സാവണൊരു എപ്പിസോഡുണ്ട്. അതാണ് കേട്ടോ ഈ ഒരു ഏരിയ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. കുട്ടികൾക്കുള്ള ഓരോ ചെറിയ ചെറിയ റൈഡുകൾ, പിന്നെ ഇങ്ങനത്തെ ഓരോ അത് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ആണല്ലേ? ഫുൾ കുട്ടികൾക്കുള്ള ഏരിയ ഉണ്ടത്. നമ്മൾ മുതുക്കന്മാരെന്താ ഇവിടെ? അപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കുകയാണ്. ഇനി നമ്മളെ ലക്ഷ്യം ഒരു ചീസ് കേക്കാണ് കേട്ടോ. ചീസ് കേക്ക് ഫാക്ടറിക്ക് കണ്ടു പോകണം നമ്മൾ ഇത്ര നേരം ഇവിടെ ഇരുന്ന് TF ഷാങ്സിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ദ ചീസ് കേക്ക് ഫാക്ടറി. നമ്മൾ പോകുന്നു, ഏതെങ്കിലും ഒരു ചീസ് കേക്ക് അടിക്കുന്നു. ഇതിലേത് വേണോ റോഫെ പറയൂ? ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചീസ് കേക്ക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് ഒരു 3-4 ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കഴിച്ചത് ഓരോന്നും കിഡിൽ ഐറ്റംസ് ആയിരുന്നു. ഇന്ന് റൗഫിൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മളിന്ന് അത് ട്രൈ ചെയ്യും കേട്ടോ. അവരുടെ കണ്ണ് ആദ്യം തന്നെ പോയത് മാംഗോയിലേക്കാണ്. അപ്പോൾ നമുക്ക് മാംഗോ ചീസ് കേക്ക് അടിക്കാം. മേലെ നമുക്ക് സീറ്റ് ഇട്ടിട്ടുള്ളത്. ഇൻറ്റീരിയറൊന്നും മുട്ടണ്ട കേട്ടോ. ജാതി സ്റ്റാൻഡേർഡാണ് അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ദുബായ് മറീന ആയതുകൊണ്ട് പിന്നെ വ്യൂവും പറയണ്ട.
ഇതാണ് വ്യൂ. ഈ വ്യൂവും ഈ ഒരു സീറ്റിങ്ങും. വെയിലുള്ളൂ, പക്ഷെ അത്ര ചൂടൊന്നുമില്ല. താങ്ക് യു. കാണൂ ഗൈസ്, ഭംഗി കാണൂ, ഭംഗി. അതിൻ്റെ ഭംഗിയാണ്, ഭംഗി പിന്നൊക്കെ തിന്നാൻ കൂട്ടിട്ട് കഴിയാതെ. അപ്പോൾ നമ്മൾ ഇതോട് കൂടിയിട്ട് നമ്മളെ ഇന്നത്തെ ഊരത്തെണ്ടാം നടന്ന് തിന്നാൻ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇങ്ങനെ എടുക്കുക, അങ്ങനെ കുറച്ച് പൂവിന് കൊടുക്കാം. പൂവല്ലത്, ചീസ് കേക്ക്. കൊള്ളാല്ലേ? ഈ സാധനം ഞാൻ ഫസ്റ്റ് ടൈമാണ്. ബാക്കിലൊക്കെ കിട്ടുന്ന പോലത്തെ അതിൻ്റെ എസെൻസ് ചേർത്ത സാധനം കേട്ടോ. കഴിക്കുമ്പോഴേ അറിയാം ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. കാരണം ഇവരെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പ്രീമിയം കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവർക്കൊന്നും ഒരിക്കലും അതിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. നല്ല പ്രൈസും ഉണ്ട്, ക്വാളിറ്റിയാണ് മുഖ്യം. പറഞ്ഞാൽ നന്നായി. ഇത് ഏകദേശം കഴിഞ്ഞിട്ടാ, ഇനിയൊന്നും പോവില്ല. രാവിലെ ഒരു മസാല ദോശയും ഉഴുന്നുവടയും തുടങ്ങിയതാണ്. അവിടെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു നന്നാരി സർവത്ത് അടിച്ചിട്ട് നേരെ കയറിയിട്ട് മറയിലേക്ക് അവിടെ വന്നിട്ട് നല്ലൊരു ഷാക്ക് ബർഗറും ഒരു തിക്ക് ഷേക്കും. അത് കഴിഞ്ഞിട്ട് നേരെ പോയി ഡൈനാമൈറ്റ് സ്ട്രിംപ് അടിക്കാൻ. അത് കഴിഞ്ഞിട്ട് നേരെ ഇതിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ് പരിപാടി. അതിൻ്റെ കളറാണ്. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യണ്. ഇന്നലെ ഓഫിന് ഒരു വീക്കെൻഡ് ഓഫ് കിട്ടിയപ്പോൾ ഒന്നും നോക്കിയില്ല, രാവിലെ നേരത്തെ എണീറ്റ് ഇറങ്ങി. സാധാരണ വീക്കെൻഡായി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാനാണ് പതിവ്. പ്രാവശ്യം നേരെ ഇറങ്ങി ഫുൾ എക്സ്പ്ലോർ ചെയ്തു. ഇനി അടുത്ത വ്ളോഗിൽ കാണാം.